ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഫുൾ മൂൺ അഥവാ ബക്ക് മൂൺ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ, അത് 21-ാം തീയതി. അപ്പോൾ 2-3 ദിവസം മുൻപും 2-3 ദിവസം പിൻപും ആകാമല്ലോ. അപ്പോൾ അതിൻ്റെ എനർജി എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈലുകൾ സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള പൈൽ സെലക്ട് ചെയ്യുക. 1, 2. ഇത് ആദ്യത്തെ പൈൽ, ഇത് സെക്കൻഡ് പൈൽ. ഫസ്റ്റ്, സെക്കൻഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ചൂസ് ചെയ്ത് കാണുമല്ലോ. ഇവിടെ ഇപ്പോൾ ഒത്തിരി ആലോചിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ ഇരുന്നോട്ടെ. ഇത് നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിതിപ്പോൾ പറയാറില്ല, കാരണം എനിക്കറിയാം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം, മനസ്സിലാകുമല്ലോ നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ചെയ്തിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങളോടത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. കണ്ടില്ലേ? അതുപോലെ നിങ്ങളും പറയാൻ പഠിക്കണം. എന്തിനും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടി വിചാരിക്കരുത്. അത് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഈ റീഡിംഗ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്ത് മിറക്കിൾസാണ്, ഒരുപാട് അതിശയങ്ങൾ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ മാനിന് കൊമ്പ് മുളയ്ക്കുന്നത് പോലെ, അതിന് ശാഖകൾ ഇങ്ങനെ വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും ചില പ്രത്യേകത ഒക്കെ വരാൻ പോകുന്നു. ചില പ്രത്യേക സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നു. അത്ര നല്ല ഒരു എനർജിയാണ് വരാൻ പോകുന്നത്. പ്രപഞ്ചത്തിൽ തങ്ങി നിറഞ്ഞു നിൽക്കുന്നത് അത്രമാത്രം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. എന്ത് മിറക്കിളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? നിങ്ങളത് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ലൈഫിലേക്ക്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പ്രിൻസസ് ഓഫ് വാൻഡ്സ് ആണ്. എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ദ സ്റ്റാർ വന്നിരിക്കുന്നു. എന്ത് മിറക്കിളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? 8 ഓഫ് കോയിൻസ്. എന്ത് മിറക്കിളാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരുന്നത്? ഇവിടെ 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ്. The Hermit. The Wheel of Fortune. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സ് ആണ്. കണ്ടില്ലേ? ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങളെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടി എടുത്തിട്ട് റീഡ് ചെയ്യാവേ. എന്ത് സൗഭാഗ്യമാണ്, എന്ത് മിറക്കിളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്?
ട്രയംഫ്, സക്സസ്. പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്. ലൈറ്റാണ്, വിസ്ഡം. അതെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സ് ആണ് ഒന്നിൻ്റേത്. ടാരോ കാർഡ്സിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സ് ആണ്. 6 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ അടുത്തതായിട്ട് പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസും പേഷ്യൻസും വന്നിട്ടുണ്ട്, മൂവിങ് ഓൺ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പ്രിൻസസ് ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് ഫയർ സൈൻ ആണ്, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. അതുപോലെ തന്നെ എന്ത് കാര്യത്തിനാണോ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത്, ഏത് ജോലിക്കാര്യത്തിന് പോകാനോ സമൂഹത്തിൽ നിങ്ങൾക്ക് ഉയർന്ന പദവി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. പലരും ഇവിടെ ജോലിക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കാം, ഇന്ന ജോലി വേണം, അല്ലെങ്കിൽ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് പരിശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജോലിക്ക് വേണ്ടി ചിലപ്പോൾ ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ പ്രോസ്പെറിറ്റി ബിഗിൻസ് വന്നിട്ടുണ്ട്, മൂവിങ് ഓൺ വന്നിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും ഇവിടെ ഒത്തിരി വിഷമകരമായ ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ശരിയാണ്, പല കാര്യങ്ങളെയും നിങ്ങൾ മോശകരമായ സാഹചര്യങ്ങളാണ് ലൈഫിൽ നടന്നിട്ടുള്ളതെങ്കിൽ അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക തന്നെ വേണം. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കണം തീർച്ചയായിട്ടും. അത് പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ, കാരണം നിങ്ങളുടെ എനർജി അത് ട്രെയിൻ ആവുകയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെ എനർജി ട്രെയിനായിട്ട് നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും നിങ്ങൾ അസുഖത്തിന് അടിമപ്പെടും. അതുകൊണ്ട് അത് വേണ്ട. മൂവ് ഓൺ ചെയ്യുകയാണ് നല്ലത്. മൂവിങ് ഓൺ ആണ്, മുന്നോട്ട് വരികയാണ് ഏറ്റവും നല്ലത് എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു പോകുന്ന ലൈഫിൽ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചൊരു ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു. അവരുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അവരുമായിട്ട് യോജിച്ചൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. ഐശ്വര്യം വർദ്ധിച്ചു വരിക എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ തുടങ്ങുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ 6 ഓഫ് സോഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് ഹെറോഫൻ്റ് എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. 6 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജോലി സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഒരു ജോലി മാറി മറ്റൊരിടത്തേക്ക് പോകണം. നിൽക്കുന്ന സ്ഥലം ചിലപ്പോൾ നെഗറ്റീവായിരിക്കാം. അവിടെ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെ നേർവഴിക്ക് നയിക്കാൻ നിങ്ങളുടെ പൂർവികരുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ പൂർവികർ നയിക്കുന്ന വഴിയെ കൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, അവരെ എപ്പോഴും ആദരിക്കുക, അവർക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നേർവഴിയെ പോകാൻ സാധിക്കും. പോസിറ്റീവായ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ പോകുന്ന കാര്യങ്ങൾ സാധിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഹെറോഫൻ്റ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാനും ഒക്കെ, മറ്റുള്ളവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് നല്ല വഴിയിലൂടെ നയിക്കാനും കഴിവുള്ള ചില ആൾക്കാരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു കഴിവുണ്ട്. കാരണം ഈ ഒരു സമയത്ത്, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് ആരാധനാലയങ്ങളിലൊക്കെ പോകുന്ന സമയമാകാം, സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന സമയമാകാം. അതുകൊണ്ടാണ് ഹെറോഫൻ്റ് എനർജി വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദ ഹെർമിറ്റ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, നിങ്ങൾക്ക് സന്തോഷം അനുഭവിച്ച്, സമാധാനം അനുഭവിച്ച് നിങ്ങൾക്ക് മറ്റൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും, മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സമൂഹത്തിൽ നല്ല ഒരു പദവിയിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് ഫയർ സൈൻ, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. അതുപോലെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. എന്തിനെയൊക്കെയോ നിങ്ങളിവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. എന്താണ്? ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്.
അതിനെ ഉപേക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേർവഴിയെ പോകുന്നു, നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു, മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവുന്ന ഒരു അനുഭവം കൂടി വരുന്നുണ്ട്. അത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിൽ അകപ്പെടുന്നു എന്നും വേണമെങ്കിൽ പറയാം. അല്ല എങ്കിൽ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ വിടുതൽ ചെയ്യുന്നു കുറച്ച് കാലത്തേക്ക് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ദ സ്റ്റാറാണ് പിന്നീട് വന്നിരിക്കുന്നത്. പിന്നീട് 8 ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. പെൻറ്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. സ്റ്റാർ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്യാനുള്ള എനർജി വരുന്നുണ്ട്, മറ്റുള്ളവരെ ഹീല് ചെയ്യിക്കാനുള്ളത്, മനസ്സിലായില്ലേ, മറ്റുള്ളവർക്ക് കൂടി നന്മ പകർന്നു കൊടുക്കാനുള്ള ഒരു എനർജി. അവിടെ കൊണ്ട് തന്നെ മറ്റുള്ളവരെ നിങ്ങൾ സേവിക്കുന്നത് കാരണം അവർ നിങ്ങളെ ഒരുപാട് വിലമതിക്കുന്നു. അവരുടെ ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സ്നേഹം മറ്റുള്ളവരുടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി ഒരു നോളജ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അനുഭവജ്ഞാനം നിങ്ങളിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിസ്ഡം, അറിവ് ലഭിച്ചിട്ടുണ്ട്, അവെയർനെസ് ലഭിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? സ്പിരിച്വൽ അവേക്കണിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒരുപാട് സ്നേഹിക്കാൻ സാധിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക ആദ്യം, എന്നിട്ട് മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കാൻ പഠിക്കുക, സ്നേഹിക്കുക. അതോടുകൂടി നിങ്ങളിലെ നെഗറ്റിവിറ്റി ഒരുപാട് പോയി കിട്ടും. മനസ്സിലായില്ലേ? അസൂയ, കുശുമ്പ ഇതൊന്നും പാടില്ല. മറ്റുള്ളവരുടെ കുറ്റം പറച്ചിൽ, ഏഷണി പിടിപ്പിക്കൽ ഇതൊന്നും പാടില്ല. ഇതൊക്കെ നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഇതിനെ പാടെ നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനം ലഭിക്കുന്നതാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടുന്ന കാര്യത്തിൽ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ സമൂഹത്തിലൊരു നല്ല സ്ഥാനം ലഭിക്കുന്നുണ്ട്, ഒരു സ്റ്റാറായിട്ട് നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ 7 ചക്രാസും ആക്റ്റീവ് ആകുന്നു. എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, 7 ചക്രാസ് നിങ്ങളുടെ ബോഡിയിലേക്ക് സ്പിരിച്വൽ എനർജിയെ കൊണ്ടുവരുന്ന, ആത്മീയപരമായ ദൈവികമായ എനർജിയെ കൊണ്ടുവരുന്ന 7 ചക്രാസ് ഉണ്ട്. അപ്പോൾ ഈ ചക്രാസ് മുഴുവനും ഹീലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. വെൽത്ത് നിങ്ങളിലേക്ക് വരും, ഹെൽത്ത് നിങ്ങളിലേക്ക് വരും, മറ്റുള്ളവരുടെ സ്നേഹം അതുവഴി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഇപ്പോൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണം ആദ്യമായിട്ട് പറയാൻ. അതുതന്നെയാണ് ഏറ്റവും നല്ല ഒരു മിറക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും, അതാണ് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ബക്മൂൺ എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ മാനിൻ്റെ കൊമ്പ് വളർന്നു വരുന്ന ഒരു സമയമാണെന്ന്, ശാഖകളോടുകൂടി ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജിയും കൂടി വരുന്നു, പോസിറ്റീവായ എനർജി നിങ്ങളിലേക്കും വർദ്ധിച്ചു വരുന്നു. നിങ്ങളുടെ ആഗ്രഹവും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്നതായിട്ടും അത് സാധിച്ചു വരുന്നതായിട്ടും സന്തോഷം വർദ്ധിച്ചു വരുന്നതായിട്ടും ഭാഗ്യം വരുന്നതായിട്ടുമാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അങ്ങനെ 8 ഓഫ് കോയിൻസ് പിന്നീട് കണ്ടില്ലേ, ജോലി ഇല്ലാതിരിക്കുന്നവർക്ക്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്ന എനർജിയുണ്ട്. അത് കഷ്ടപ്പെട്ട് തന്നെ, രാപകൽ കഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾക്ക് അതിനുവേണ്ടി ഉത്സാഹപൂർവ്വം കഷ്ടപ്പാട് നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഉത്സാഹപൂർവ്വം നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ 9 ഓഫ് സോർഡ്സ്, ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ തമ്മിലുള്ള നോ കോൺടാക്ട് സിറ്റുവേഷൻ. പക്ഷേ അത് എത്രയും പെട്ടെന്ന് ഇവിടെ കണ്ടില്ലേ, നൈറ്റ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് കോൺടാക്റ്റിലേക്ക് വരുന്നുണ്ട്. തന്നെ ഇതൊരു മൈനർ അർക്കാന കാർഡാണ്. നിസ്സാര പ്രശ്നങ്ങളിലാവാം നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുന്ന നോ കോൺടാക്റ്റ് വന്നത് തന്നെയും നിസ്സാര പ്രശ്നങ്ങളിലാണ്. ചില ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ചില ഈഗോ പ്രശ്ന നിമിത്തമായിരിക്കാം. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാത്രം നിങ്ങൾ സ്വയം വിചാരിക്കും ഈ ഒരു എനർജിയിൽ നിങ്ങൾക്കതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഒന്നാവുന്നു, നിങ്ങൾ കോൺടാക്റ്റിലേക്ക് വരുന്നു. നിങ്ങളുടെ എനർജി ഇവിടെ ഒരുപാട് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ആ ഒരു എനർജി ഒന്നാവാനുള്ള എനർജിയാണ്. കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്, കാൾ വരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആൾക്കാർ തയ്യാറെടുത്തിരിക്കുന്നു, നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ. വലിയ ആവേശത്തോടു കൂടി വരികയാണ്. ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ്. വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് ഓഫ് ഫയർ സൈനാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി വളരെ ആവേശത്തോടു കൂടിയാണ്. കണ്ടില്ലേ,
അപ്പോൾ അത്രമാത്രം വളരെ പോസിറ്റീവായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഇവിടെ അതുപോലെ ഹെർമിറ്റ് എനർജിയാണ്. ഹെർമിറ്റ് എനർജി എന്താണ്? ഇവിടെ സന്യാസ മൂഡിലാണ് പലരും. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉള്ളിലെ വെളിച്ചം കൊണ്ട് കാര്യങ്ങൾ സാധിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് അറിവുണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? മെഡിറ്റേഷനൊക്കെ ചെയ്ത് ശരീരത്തെ പാകമാക്കി എടുത്തിരിക്കുന്ന മൈൻഡിനെയാണ്, നിങ്ങളുടെ സ്പിരിറ്റിനെ. ബോഡി, മൈൻഡ്, സ്പിരിറ്റ് ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു ശരീരത്തിലുള്ളത്. ഈ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സോൾ. അതാണ് ഈ സോൾ എന്ന് പറയുമ്പോൾ ഈ സോളിന് എന്താണ് വേണ്ടത്? മെഡിറ്റേഷൻ ചെയ്തുള്ള ആ ഒരു എനർജിയാണ് വേണ്ടത്. അപ്പോൾ ഈ സോളിനെ നിങ്ങൾ എനർജി കൊടുത്ത് വയ്ക്കുക. അപ്പോഴാണ് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ എനർജി എവിടെ നിന്നാണ്? മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ആവശ്യമില്ല ടോക്സിക്കായിട്ടുള്ള വായുവിനെ പുറത്തേക്ക് കളയുക. അപ്പോൾ ഉള്ളിൽ ഓക്സിജൻ മാത്രം നിറയുന്ന ഈ ഒരു ഓക്സിജനെയാണ് നമുക്ക് സോളിന് പ്രിയപ്പെട്ടതായിട്ട് വരുന്നത്. അപ്പോൾ തന്നെ ആ സോൾ സന്തുഷ്ടമാണെങ്കിൽ, സോളിന് സംതൃപ്തി വരുമെങ്കിൽ നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും എല്ലാം സംതൃപ്തി അടയാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഉൾവിളികളുണ്ടാവും. ഉള്ളിൽ ദൈവപ്രകാശം ഇവിടെ വർദ്ധിച്ചു വരും. ഈ ദൈവത്തിൻ്റെ പ്രകാശം ഉള്ളിലുള്ളപ്പോൾ എന്താണ്? ഇവിടെ നിന്ന് ഈ പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ചലിക്കാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു സക്സസ് വരും. ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിട്ടുള്ളവർ ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. എന്നാലും ശരി, അവർക്ക് സ്പിരിച്വലി കണക്റ്റ് ആവുന്ന ഒരു എനർജി അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണാണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? എല്ലാ തരത്തിലുള്ള എനർജീസ് ഇവിടെയുണ്ട്. വാണ്ട് എനർജി ഉണ്ട്, കപ്പ് എനർജി ഉണ്ട്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. കണ്ടില്ലേ? എല്ലാ വിധത്തിലുള്ള എനർജി ഇവിടെയുണ്ട്. പെൻറ്റക്കിൾ എനർജി, പെൻറ്റക്കിൾ എർസൈൻ. അതുപോലെ തന്നെ സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈനാണ്. വാൺസ് ഫയർ സൈൻ. എല്ലാ എനർജീസും ഉണ്ട്. പഞ്ചഭൂതങ്ങളും നവഗ്രഹങ്ങളും എല്ലാം ഉൾപ്പെട്ട എല്ലാ വിധത്തിലുള്ള എനർജിയും നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഇത് മുഴുവനും കണക്റ്റായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഒത്തിരി സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഫുൾ മൂണിന് ഈ ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫിലും ചില മിറക്കിൾസ് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അതുപോലെ അടുത്തത് ട്രയംഫാണ് വന്നിരിക്കുന്നത്. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. സക്സസ്സിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ? ആ സക്സസ് നിങ്ങളിലേക്ക് വരും. ഹാർഡ് വർക്ക് ചെയ്യണം. വെറുതെ ഇരുന്നാലൊന്നും കിട്ടില്ല. പിന്നെ ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്താലും ചിലർക്ക് സക്സസ് ലഭിക്കും. അത് അവർക്ക് അർഹതയുണ്ടെങ്കിൽ സമയം കൂടെ നന്നായിരിക്കണം. കാരണം ചിലപ്പോൾ വെറുതെ ഇരുന്നാലും ലോട്ടറി കിട്ടാമല്ലോ. ലോട്ടറി എടുത്ത് ചിലപ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാം. അങ്ങനെയും ഒരു എനർജി ഉണ്ടാവാം. അത് സാമ്പത്തികം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാതെ കിട്ടും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഒരു പരിശ്രമം വേണം. ലോട്ടറി എടുക്കാതെ ആർക്കാണ് ലോട്ടറി അടിക്കുന്നത്? അതിന് നമ്മൾ പൈസ ചിലവാക്കണ്ടേ എന്ന് പറഞ്ഞതുപോലെയാണ് ഏത് കാര്യവും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്നാണ്. പലർക്കും ഇവിടെ ലൈറ്റ് കാണുന്നു, വിസ്ഡം വരുന്നു ജീവിതത്തിൽ. പോസിറ്റീവ് മൂവ്മെൻറ്റ്, നിങ്ങൾ പോസിറ്റീവായി മുന്നോട്ട് ചില ചലനങ്ങൾ വയ്ക്കാൻ തുടങ്ങുന്നു. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു അവയർനെസ് ലഭിച്ചിട്ടുണ്ട്, ഒരു വിസ്ഡം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ? വിസ്ഡം ലഭിക്കുന്നുണ്ട്. ഇവിടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അറിവ് ലഭിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ മതപരമായ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു സമയം കൂടെയാണ്. ആ ഒരു എനർജി നിങ്ങളിലേക്ക് ആവാഹിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഒരുപാട് അറിവ് നിങ്ങളിലേക്ക് വന്നുകൂടുന്നുണ്ട്. ആ അവെയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചില ചലനങ്ങൾ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് കുറച്ച് ക്ഷമയോടുകൂടി മുന്നോട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നു. അവിടെയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു. എന്തെങ്കിലും ആഗ്രഹിച്ചോ, എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൽ
ലൈറ്റ് കാണാൻ തുടങ്ങിയിരിക്കുന്നു. പലരും ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. വളരെയധികം താമസിയാതെ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ബിഗിനിങ് ആണ്. 1+9 10 അല്ലേ, ഇവിടെ ബിഗിനിങ് ആണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഒരു പ്രകാശത്തിൻ്റെ ബിഗിനിങ് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു. ഒരു പ്രകാശത്തിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇരുട്ടിൽ നിന്ന് മാറി പ്രകാശത്തിലേക്ക് വരുന്ന ഒരു ലൈഫിൻ്റെ ബിഗിനിങ് ആണ്. ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഈ റീഡിങ് ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് ചാംസ് എടുക്കാം. ഞാൻ ഇതിൽ ചാംസ് റീഡിങ് കുറച്ചൊന്ന് നോക്കട്ടെ. നാലെണ്ണം എടുത്തിടാം നമുക്ക്. ഇവിടെ ഒരു സ്റ്റാർ വന്നിട്ടുണ്ട്, കണ്ടല്ലേ? ഇവിടെ സ്റ്റാർ, ഇവിടെ പിന്നെ സ്റ്റാർ എന്ന് പറയുമ്പോൾ സ്റ്റാർ മാത്രമല്ല ഒരു ഏഞ്ചൽ കൂടെ ഉണ്ട്. ഈ ഏഞ്ചൽ കണ്ടില്ലേ, ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക്, കണ്ടില്ലേ? ഇവിടെ നിങ്ങളെ ഒരു സ്റ്റാർ ആവാൻ വേണ്ടി ഏഞ്ചൽ പാകപ്പെടുത്തിയെടുക്കുന്ന ഏഞ്ചലിൻ്റെ മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റാർ ആവാൻ പോകുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നുണ്ട്. മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. ഇവിടെ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഒരുപാട് ഹൃദയപരമായ ഇമോഷൻസ് കണ്ടില്ലേ? ഇവിടെ നമ്മൾ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലേ നോക്കിയത്, അതല്ലേ നിങ്ങൾക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണല്ലോ ഞാനിപ്പോൾ റീഡ് ചെയ്തത്, ഫുൾ മൂണിൻ്റെ എനർജി. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും മൂണിൻ്റെ എനർജി ഉണ്ട്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് പുതുമയിലേക്ക് പോകാനുള്ള എനർജിയാണ്. നിങ്ങൾക്ക് ഭാഗ്യത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഇവിടെ തുറക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയാം നമുക്ക് ഈ ഒരു ശലഭത്തെ, അല്ലേ? ഇവിടെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ തുടക്കങ്ങളും ഒക്കെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ. ഇത് രണ്ടും ഇവിടെ എന്താണ്, നിങ്ങൾ പലരും കൂടിച്ചേർന്ന് ആലോചിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സക്സസ്സിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ തുടക്കം വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട് ലൈഫിൽ. അതാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നുണ്ട്. നല്ലൊരു പ്രകാശത്തോടു കൂടി ഹെൽത്തിലും വെൽത്തിലും ഇവിടെ മാറ്റം വരുന്നുണ്ട്. ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുന്ന എനർജി, മൂണിൻ്റെ എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ലൈഫ് ഉണ്ടല്ലോ, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരുന്നത് ഇതാണല്ലോ. നമുക്ക് നോക്കാം എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഏസ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ദ വേൾഡ് വന്നിരിക്കുന്നു. 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ ലൈഫിലേക്ക് വരുന്ന മിറക്കിൾസ്. ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സ്, ഇവിടെ സ്ട്രെങ്ത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമുക്ക് പിന്നീട് പറയാതെ ഒറക്കിൾ കാർഡ്സ് കൂടി എടുക്കട്ടെ.
ഇമോഷണൽ ലോസ്, ട്രയംഫന്റ് സക്സസ്, ക്രൗൺ ചക്ര, ആക്സലറേറ്റഡ് മോഷൻ. ഇതുപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ്. കണ്ടോ? ഇവിടെ വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. 8 ഓഫ് പെൻറ്റക്കിൾസും അത് തന്നെയാണ്. ബുദ്ധിമുട്ടി സാമ്പത്തികം ഉണ്ടാക്കുന്ന എനർജിയാണ്. കാരണം ജോലി കിട്ടിയാൽ തന്നെയും ഉത്സാഹപൂർവ്വം, ഇവിടെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക്, ഉത്സാഹപൂർവ്വം നിങ്ങൾ രാത്രി പോലും പകലാക്കിക്കൊണ്ട് മണി ഏൺ ചെയ്യുന്ന എനർജി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സാമ്പത്തികം വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ്, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ, തടസ്സങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. മുന്നോട്ട് വന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. ലഭിച്ചു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, നിങ്ങൾക്ക് ലൈഫിന് അടിത്തറ ലഭിക്കുന്നു, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. വീട്, വാഹനം, നല്ലൊരു ഫാമിലി, ഇതൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നിട്ടോ റിജോയ്സ് ആൻഡ് സെലിബ്രേഷനാണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ, ദുഃഖങ്ങളിൽ നിന്നെല്ലാം മൂവിങ് ഓൺ ആവുന്നുണ്ട്. എന്നിട്ടോ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം, അതിലെത്തിച്ചേരുകയാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഏസ് ഓഫ് സോഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നതിൽ. ഇവിടെ സോഡ എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഇപ്പോൾ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയെങ്കിലും ഒന്നുകിൽ യാത്ര പോകാൻ, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പായിരിക്കണം. വിദേശത്തേക്ക് പോകുന്ന ഒരു എനർജി, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാവാം, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാവാം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന എനർജി. കാരണം പോകണം, ഒരു ഫ്ലൈറ്റ് യാത്ര ഒരു യാത്രയാണ്. ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് ആകാശമാർഗ്ഗം ഒരു യാത്ര, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ വീട് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. മനസ്സിലായില്ലേ? വീട് മാറാം, എവിടെയെങ്കിലും ദൂരെ യാത്ര ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്നു. പുതിയ കോഴ്സുകൾ പഠിക്കാം, പുതിയ ജോലിയിലേക്ക് പോകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവിടെ നിങ്ങൾ ചിന്തിക്കുകയാണ്. ചിന്തിക്കുന്നത് കൊണ്ട് എന്താണ്? ഇപ്പുറത്തേത് സാധിക്കുന്നുണ്ട്. 4 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു, ദ വേൾഡ് വന്നിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന എനർജിയാണ്. കണ്ടില്ലേ? നിങ്ങളിപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഈ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഒരു മറുപടി വരികയാണിവിടെ. നിങ്ങൾക്കൊരു റിസൾട്ട് വരുന്നുണ്ട്, അവിടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ലൈഫിൽ. വീടിൻ്റെ എനർജി, വാഹനം വാങ്ങിക്കുന്ന എനർജി, വിവാഹം നടക്കുന്ന എനർജി, സോൾമേറ്റിനെ കണ്ടുമുട്ടുക, ടിൻഫ്ലെയിം സോൾമേറ്റ്, 2 കൂട്ടരും അടുത്ത് വരിക, വിവാഹം നടക്കുക, അങ്ങനെ ഒരു പാർട്ടിയിൽ പങ്കുചേരുക. ഇവിടെ വന്നിട്ടുണ്ടല്ലോ റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ, കണ്ടില്ലേ? അങ്ങനെ ഈ ഒരു എനർജി തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് സെലിബ്രേഷനിൽ പങ്കെടുക്കാനുള്ളത്. ഇവിടെയും 4 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു. വാൻസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ സോഡ് വന്നിരിക്കുന്നത്, സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റിയാണ് ലൈഫിന് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ 11 നമ്പർ കാണുന്നുണ്ടായിരിക്കാം, ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം. ഇവിടെ നിങ്ങൾക്ക് എന്താണ്? ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു. മാറ്റം വരികയല്ല, പെട്ടെന്നൊരു മാറ്റം വരികയല്ല ചെയ്യുന്നത്, മാറ്റം വരാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ഒരു തുടക്കത്തിലൂടെ പിന്നീട് പോയി കുറേ കാലം കഴിയുമ്പോഴായിരിക്കാം മാറ്റം സംഭവിക്കുന്നത് ജീവിതത്തിൽ. അല്ലാതെ പെട്ടെന്ന് ഞാൻ ഇന്ന് പറഞ്ഞു നാളെ ഈ മാറ്റം ഇങ്ങ് വന്നില്ല, അയ്യോ എനിക്കത് വന്നില്ലല്ലോ എന്ന് ആരും പറയണ്ട. കാരണം മാറ്റം വരാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ മാറ്റം വരാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അതിനുവേണ്ടിയുള്ള വർക്ക് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പരാജയത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. മുന്നോട്ടൊരു ലൈഫിലേക്ക് വരാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങുന്നു എന്നാണ് നിങ്ങളുടെ ബട്ടർഫ്ലൈസൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. നമ്പറുകൾ കാണുന്നത് അങ്ങനെയാണ്. 11 നമ്പർ, 111, 111, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ വിചാരിച്ചു വേണം, ഇപ്പോൾ ഇത് ഒരു പാറ്റേണായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലാതെ ഇന്ന് കണ്ടു നാളെ കണ്ടില്ല അങ്ങനെയല്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് നമുക്ക് എന്തോ ഒരു അനുഗ്രഹം, ഒരു സിദ്ധി നമ്മളിലേക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. വളരെ സന്തോഷകരമായൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാറ്റം വരും, നിങ്ങൾക്കൊരു മാറ്റം വരും. ഒരു മാറ്റം വരണമല്ലോ, അതിനല്ലേ നിങ്ങൾ ഈ റീഡിംഗ് ഒക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഗ്രഹിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണ് പരാതി പറയുന്നത്, എനിക്കൊന്നും വരുന്നില്ല, ഞാൻ ഒത്തിരി നാൾ കൊണ്ട് ഇത് കാണുന്നു എന്നൊക്കെ. അല്ല, നിങ്ങൾ ക്ഷമിച്ച് സഹിച്ചിരിക്കും, മാറ്റം വരും, വരാതിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ദ വേൾഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. വേൾഡ് എല്ലാ എനർജീസും ഉണ്ട്. ഇത്ര നിങ്ങളുടെ ഒരു ലൈഫ് എൻഡായിട്ട് നിങ്ങൾക്ക് ഇവിടെ പുതിയ ലൈഫ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാ ഗ്രഹങ്ങളുടെ എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിദേശത്ത് പോകാനാവാം, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാനോ ഹാപ്പിനെസ്സാണ് ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഉല്ലാസപൂർവ്വം യാത്ര ചെയ്യാനുള്ള ഒരു എനർജി, വിദേശവാസം നടത്താനുള്ള എനർജി, വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരാനുമാകാം, ഏതൊരു രാജ്യത്തിലേക്ക് പോകാനും ഉള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതൊരു ജോലിയിലേക്കും പ്രവേശിക്കാനുമുള്ളത്, സന്തോഷകരമായ ലൈഫ് നയിക്കാനുള്ള ഒരു എനർജി. അതുപോലെ തന്നെ 4 of Cups ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. കപ്പിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻസ്, ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. ഓപ്ഷൻസ് ഉണ്ട് ധാരാളം, ദൈവാനുഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും വേണ്ട, എല്ലാം നിരസിക്കുകയാണ്. ആഗ്രഹിച്ചത് തന്നെ, ഉന്നിയത് തന്നെ വേണം. ചില കുട്ടികളുണ്ടല്ലോ, ആ ഉന്നിയത് തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ചില ആൾക്കാർ. എന്ത് കിട്ടിയാലും സ്വീകരിക്കുക, ദൈവാനുഗ്രഹമാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ കിട്ടുന്നതിനെ സ്വീകരിക്കുക, 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് തന്നെ വേണം എന്ന്, ഗവൺമെൻറ് ജോബ് തന്നെ വേണം എന്ന് വാശി പിടിച്ച് ഒരുപാട് ടെസ്റ്റുകൾ എഴുതാതെയും ഒത്തിരി ശ്രമിക്കാതെയും ഇത് മാത്രം എഴുതി ഇത് മാത്രം നോക്കിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ വിചാരിക്കരുത്. കിട്ടുന്നതിനെ സ്വീകരിക്കുക ആദ്യം, അവിടെ നിന്ന് പടിപടിയായിട്ട് മുന്നോട്ട് കയറിക്കൂടാം. മനസ്സിലായില്ലേ? അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇവിടെ ഈ ഒരു നിരാശയിൽ നിന്നും അൺഎക്സ്പെക്റ്റഡായിട്ടൊരു ഗിഫ്റ്റ് ഇതാ ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ? ഇത് ഡിവൈൻ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ? ഡിവൈൻ ഗിഫ്റ്റ് വരുന്നുണ്ട് ഇവിടെ. അത് നിങ്ങൾ കാണുന്നില്ല, പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അല്ലെങ്കിൽ ചില ആൾക്കാർ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണെങ്കിൽ അവരെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാവാം. ആ ഒരു നിരാശയിൽ കഴിയുന്ന ജീവിതമാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാഞ്ഞതിലുള്ള നിരാശയാവാം. പക്ഷേ എന്തായാലും ശരി, അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്ന എനർജി, ഏത് വ്യക്തിയാവാം, സാഹചര്യവുമാവാം. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 4 of Swords നിരാശയിൽ കഴിയുകയാണ്. കണ്ടില്ലേ? നിരാശയല്ല, ഇവിടെ ഓവർ തിങ്കിങ് ആണ്. ഉദ്ദേശിച്ചത് ലഭിച്ചില്ല എന്നുള്ളതിൽ ഓവർ തിങ്കിങ് ആണ്. അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുകയാണ് മുറിക്കുള്ളിലിരുന്ന്. അത് ചിലപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലാവാം, പ്രണയം തുടങ്ങിയ വിഷയങ്ങളിലാവാം. മനസ്സിലായില്ല? അല്ല, അവരെന്നെ വിട്ടുപോയി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെയുള്ള ചിന്തകളോട് കൂടി വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു വിഷമം ഇവിടെ ആവശ്യമേ ഇല്ല. ഇവിടെ സ്വപ്നം കാണുക, കണ്ടില്ലേ? ഈ ഒരു സ്വപ്നം കാണലിലൂടെയാണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കാനും അനാവശ്യമായിട്ട് ചിന്തിക്കാനുമുള്ള ഒരു എനർജി വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരാവശ്യവുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ വിശ്വസിക്കുക. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങളതിന് ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് പ്രേ ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങളുടെ കർമ്മ ഒടുങ്ങാൻ വേണ്ടി ഫൊർഗിവ്നെസ് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ശാന്തി സമാധാനവും നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങൾക്കിവിടെ ഫ്രീഡം ലഭിക്കുന്നു. ക്യൂൻ ഓഫ് സോർഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു ഫ്രീഡം ലഭിച്ച് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫ്രീഡം ലഭിക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഇവിടെ സാധ്യമാകുന്നുണ്ട്. അത് സ്നേഹപരമായാലും ആവേശപരമായാലും ജോലിക്കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് സാധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടിയെന്ന് തോന്നുന്നത്, അല്ലേ? ആ ഒരു ഫ്രീഡം നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നയിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ. ഇവിടെയോ സമൂഹത്തിൽ ഉന്നതമായ പദവി അലങ്കരിക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ഇവിടെ 8 ആണ്, സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? നവഗ്രഹങ്ങളിൽ ശനീശ്വരൻ്റെ അനുഗ്രഹമാണ്. ഇവിടെ കണ്ടില്ലേ ഇൻഫിനിറ്റി സിമ്പൽ?
ഇതെന്താണിത്? അനന്തതയാണ്. ഈ അനന്തത എന്താണ്? ദൈവാനുഗ്രഹമാണ്. ഇവിടെ അതുപോലെ തന്നെ 8 ആണ്. നിങ്ങൾ ഓറക്കിൾ കാർഡ്സ് എടുത്തതിൽ 8 ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? 8 ഇവിടെ എന്താണ്? വെളിച്ചം കാണുകയാണ്. ഈ വെളിച്ചത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ. ഇവിടെ ഭാഗ്യത്തിലേക്ക്, പവർ, സ്ട്രെങ്ത് ലഭിക്കുകയാണ്. നിങ്ങൾ ഒരു സ്ട്രോങ് ആയ പേഴ്സണായിട്ട് മാറുന്നു. ശനീശ്വരൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും. ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നതമായ പദവി അലങ്കരിക്കാൻ സാധിക്കുന്നുണ്ട്. ഉന്നതമായ സ്ഥാനമാനങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഇവിടെ അത് തന്നെയാണ്. കണ്ടില്ലേ? വെളിച്ചം കാണുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാനുള്ള വെളിച്ചമാണ് ഇവിടെ കാണുന്നത്. 8 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ? ദൈവപ്രകാശം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ലോസ്. ഒരുപാട് പേർ ഇത്തരം ഹൃദയപരമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അത് നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന, നഷ്ടങ്ങൾ, ഒത്തിരി ദുഃഖങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് എന്താണ്? ട്രയംഫൻറ്റ് സക്സസ് വരുന്നുണ്ട്. ജീവിതത്തിൽ വിക്ടറി, സക്സസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു. ലൈഫിൻ്റെ ഒരു തുടക്കം വരുന്നുണ്ട്. ഒരു ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരും. അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലേ? ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പല കാര്യങ്ങളും ലൈഫിൽ സംഭവിക്കും, പക്ഷേ അതിനൊരു ക്ലാരിറ്റി കിട്ടായ്മ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇവിടെ എന്താണ്? എങ്ങനെയാണ് നിങ്ങളിലേക്ക് ക്ലാരിറ്റി വരുന്നത്? ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ? ഈ ക്രൗൺ ചക്ര എന്ന് പറയുന്നത് ഏതാണ്? 7 ചക്രാസിൽ ഏറ്റവും മുകളിൽ വരുന്ന ചക്രയാണ്. ഫസ്റ്റ് റൂട്ട് ചക്ര കഴിഞ്ഞ് സേക്രൽ ചക്ര, സോളാർ പ്ലക്സസ്, ഹേർട്ട് ചക്ര, ത്രോട്ട് ചക്ര, അത് കഴിഞ്ഞ് തേർഡ് ഐ ചക്ര, അത് കഴിഞ്ഞ് ഏറ്റവും മുകളിലായിട്ട് വരുന്നത് ക്രൗൺ ചക്രയാണ്. ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനോടുകൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുകയാണ്. ആ ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ജീവിതത്തിൽ സന്തോഷം, സമാധാനം എല്ലാം വരും. ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകും. അങ്ങനെയാണ് നിങ്ങൾക്ക് ആക്സിലറേറ്റഡ് മോഷൻ, പ്രകാശം കാണാൻ തുടങ്ങും. ലൈഫിലേക്ക് മുന്നോട്ട് പോകാനുള്ള പ്രകാശം ഇവിടെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, കാണാൻ തുടങ്ങുന്നു. ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. മിറക്കിൾസ് ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്കിനി 2-3 ചാംസും കൂടെ എടുക്കാവേ. ആർക്കൊക്കെ ഇവിടെ കണ്ടില്ലേ? ഇവിടെ ഓ മൈ ഡോഗ് കണ്ടോ? ഇവിടെ ലവിൻ്റെ സിമ്പലാണിത്. ഇത് ആർക്കൊക്കെയോ ഇവിടെ ലവ് വരുന്നു. അതുപോലെ ഓ മൈ ഡോഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അഡ്വൈസ് തരാനായിട്ട്. നല്ലൊരു ഫ്രണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി, സ്നേഹത്തോടുകൂടി, പ്രണയത്തോടുകൂടി അങ്ങനെ വന്നു ചേരുന്നു എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ? ഇവിടെയും ഉണ്ട്. എന്താണ്? ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് കണ്ടില്ലേ? ഇവിടെ മൂണിൻ്റെ ഇൻഫ്ലുവൻസ്, സ്റ്റാറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. കണ്ടില്ലേ? അത് ഒരുപാട് ചക്രാസൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്നത്. അത് ഞാനിവിടെ പറഞ്ഞല്ലോ. 7 ചക്രാസ്, അതിന് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ്? അത് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. സ്റ്റാർ ആവാൻ തുടങ്ങുന്നു നിങ്ങൾ എന്ന് തന്നെയാണ് ഇവിടെയും പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട്ഫുള്ളാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ സഫലതയാണ്. കണ്ടില്ലേ? ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെയധികം സ്പീഡിൽ നടക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വളരെയധികം സ്പീഡിൽ ഇവിടെ സാധിക്കുന്നത്. ഇവിടെ തന്നെ ഹോഴ്സും വന്നിരിക്കുന്നത് അത് തന്നെയാണ്. കണ്ടില്ലേ? ഇവിടെയും ബ്ലെസ്സിങ് ആണ് വന്നിരിക്കുന്നത്. സ്പീഡിൽ നിങ്ങളുടെ ആക്ഷനൊക്കെ ഇവിടെ സ്പീഡിൽ നടക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും എന്താണ്? മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഇവിടെയും കാണാൻ സാധിക്കുന്നു. മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ആണല്ലോ നമ്മളിവിടെ നോക്കുന്നതല്ല, അല്ലേ? അതുപോലെ തന്നെ നിങ്ങളിലേക്ക് നല്ല എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പല കാര്യങ്ങൾക്കും ഒരു പ്രോഗ്രസ് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പ്രോഗ്രസ് വരുന്ന എനർജിയാണ്. ഇതും അത് തന്നെയാണ് പറയുന്നത്. ഇതും അത് തന്നെയാണ്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പ്രോഗ്രസ് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഇതെല്ലാം പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ലവ് ബിഗിൻസ് ആണ്. നല്ലൊരു ഫ്രണ്ടിൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു കണക്ഷൻ വരുന്നത് വളരെയധികം നല്ല സ്നേഹമുള്ള, നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട്.
ഇതൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.